നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളുടെ റൂമിൽ കയറാൻ നിന്നോട് ആരാ പറഞ്ഞത്? അതും ഞാൻ മനഃപൂർവ്വമല്ല. മാഡം കരയുന്ന കണ്ടപ്പോ. കരയുന്നോ? എന്തിന്? അല്ല അത് പിന്നെ. വേണ്ട വേണ്ട, നിന്റെ വിശദീകരണം ഒന്നും വേണ്ട. പ്രതാപൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ നോക്ക. ഓ എന്തിനാച്ച ഇത്രയും പെട്ടെന്ന് എന്നെ കല്യാണം കഴിച്ചയക്കുന്നത്? എനിക്കിപ്പൊ കല്യാണമൊന്നും വേണ്ട. കുറച്ചു കാലം കൂടി ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞോട്ടെ. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല അച്ഛ. മാഡം, മാഡം തന്നെ കരയുന്നത്? എന്തിനാ മാഡം സങ്കടപ്പെടുന്നത്? എന്നെ കല്യാണം കഴിപ്പിച്ചയക്കാൻ പോവല്ലേ രാജു? അത് കേൾക്കുമ്പോ ഏത് പെൺകുട്ടിക്കാ സങ്കടം വരാത്തത്? ആരും കാണാതെ ഇത്ര നേരം സങ്കടം ഉള്ളിലൊതുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ മുറിയിൽ വന്നപ്പോ അറിയാതെ പൊട്ടിപ്പോയി. രാജുനറിയോ കല്യാണം കഴിഞ്ഞ എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്? ഞാൻ എന്റെ അച്ഛന്റെ അടുത്തുനിന്ന് പോയേണ്ടി വരും. ഞങ്ങള് വീണ്ടും അകലും. ഇത്രയും കാലം അച്ഛനെ അടുത്തെങ്കിലും കാണായിരുന്നു. കല്യാണം കഴിഞ്ഞ അതും പറ്റില്ലല്ലോ. അച്ഛനെന്ന് വെച്ച എനിക്ക് ജീവനാ രാജു. അച്ഛനകന്ന് നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ മാഡം? ചിലരെ നമുക്ക് എന്നായാലും പിരിയേണ്ടി വരും, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്. ഒരു പ്രത്യേക പ്രായം വരെയല്ലേ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റൂ. പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ പോയല്ലേ പറ്റൂ. അതുകൊണ്ട് മാഡം വിഷമിക്കരുത്. ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, പിന്നെ അത് മാറിക്കോളും. മാഡം, അത് ശരി, നീ ഇതിനകത്തുണ്ടായിരുന്നോ? ഡ്രൈവറുടെ പണി പുറത്തല്ലേ? ഇവളുടെ റൂമിൽ കയറാൻ നിന്നോട് ആരാ പറഞ്ഞത്? അതും ഞാൻ മനഃപൂർവ്വമല്ല. മാഡം കരയുന്ന കണ്ടപ്പോ. കരയുന്നോ? എന്തിന്? അല്ല അത് പിന്നെ. വേണ്ട വേണ്ട, നിന്റെ വിശദീകരണം ഒന്നും വേണ്ട. പ്രതാപൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ നോക്ക. ഓ അതെ, ഓരോരുത്തരെയും അവരവരുടെ സ്ഥാനത്ത് നിർത്തണം. അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നതേ നീയായിരിക്കും. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഇത് തരാൻ വേണ്ടി വന്നതാ. ഇത് മുഴുവനും ഇട്ടിട്ട് വേണം വരാൻ. വേഗം റെഡിയാവാൻ നോക്ക്. നമസ്കാരം സാർ. നമസ്കാരം. ആ, എല്ലാം ഞാൻ രാജുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇവനെ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ സാർ. ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് സാർ. ഇവര് വിളിക്കും, എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. ശരി സാർ. എന്നാ ഞങ്ങള്. ശരി സാർ. ശരി സാർ. ഇന്നത്തെ ദിവസം ഈ ഫോൺ നിന്റെ കയ്യിലിരിക്കട്ടെ. ആര് വിളിച്ചാലും ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞാൽ മതി. അത്യാവശ്യക്കാരാണെങ്കിൽ രാത്രി വിളിക്കാൻ പറ. ഒരു കല്യാണം വരാൻ പോവാ ഈ വീട്ടില്. കല്യാണം എന്ന് പറയുമ്പോ. ആവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഇതിപ്പോ പെണ്ണ് കാണാൻ വരുന്നതേ ഉള്ളൂ. കടമ്പകൾ ഒരുപാടുണ്ടോ. അല്ല, നിനക്കൊരു കൂട്ട് വേണ്ടേ? പേടിക്കണ്ട, അത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. ഞാൻ നടത്തി തരും. എന്താടാ മുഖത്തൊരു നാണം? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ നീ?
ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് നടത്താം. ഇല്ല, വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യ. ആർക്കറിയാം എവിടെ പോയതാണെന്ന്. താഴെ ചെന്ന് നോക്കണമെന്നുണ്ട്. പക്ഷേ അത് ശരിയല്ലല്ലോ. പിന്നെ ഒരു വഴിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അതെ, രാജു, മൈ സ്വീറ്റ് ഹാർട്ട്. ആ മോളെ, ആ വേണു ഇതുവരെ വാടക തന്നില്ലല്ലോ. അയ്യോ, സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ലോ. എന്തു ആ പറ്റിക്കാണോ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അപ്പൊ പ്രശ്നാച്ചാ അമ്മ ഇപ്പൊ കുഴപ്പമുണ്ടാക്കും. ആ, അത് ഉറപ്പല്ലേ? അയ്യോ വേണ്ടച്ചാ, ചോദിക്കണ്ടച്ചാ. എന്തെങ്കിലും തടസ്സം വന്നു കാണും. മനുഷ്യരല്ലേ, നമ്മളവരോട് കുറച്ചുകൂടെ മാന്യതയോടെ പെരുമാറണം. എനിക്കത് പറ്റും മോളെ. പക്ഷെ നിന്റെ അമ്മ അങ്ങനെ ചെയ്യൂ? നിനക്കറിയാമല്ലോ, കഷ്ടപ്പെട്ട ഈ കാണുന്ന നിലയിലൊക്കെ നമ്മൾ എത്തിയത്. എന്റെ പൊന്നു തമ്പുരാനെ, ഇനി ഒരു കഷ്ടകാലം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എവിടെ ആ, ആ, ആ. ഏ? വേണുവിന്റെ വാടക എവിടെയെന്ന്? അവര് തന്നില്ല, കിട്ടിയില്ല, വാങ്ങിയില്ല. ആ, അമ്മേ തരൂ അമ്മേ. ആര്? നീയോ? ഇത് സത്രമൊന്നുമല്ല ഓശാരത്തിന് താമസിക്കാൻ. അമ്മയൊന്ന് പതുക്കെ, അവര് കേക്കും. കേക്കട്ടടി, കൃത്യമായിട്ട് എനിക്ക് വാടക കിട്ടിയിരിക്കണം. ഈ ടൗണിൽ 10-12 വീടുണ്ടാക്കിയതേ നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടോണ്ട് മാത്രമൊന്നുമല്ല, ഈ വാടക തുകയെല്ലാം കൂട്ടി വെച്ചോണ്ട് കൂടിയാ. അപ്പൊ ഈ കഷ്ടപ്പെട്ട എനിക്ക് യാതൊരു വിധമായ വിലയുമില്ലല്ലേ? ഒന്ന് മിണ്ടായിരിക്കും മനുഷ്യ. നിർത്തി നിർത്തി. വാടക തരാത്തവരെ കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വാടക പിരിക്കാൻ പോവാ. തരാത്തവരിന്ന് എന്റെ വായിരിക്കുന്നത് കേൾക്കും. അമ്മേ വാ. ഡാ, നീ ഇതെങ്ങോട്ട് പോവുക? അവനെ ഞാൻ വിളിച്ചതാ. എന്ത് കാര്യം? ഇനി മുതൽ കുറച്ച് കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കണം. നിങ്ങളെ പോലെ ആയാ പറ്റില്ല. അപ്പൊ അല്ല, എനിക്കെന്താ കുഴപ്പം? കുറച്ച് ഉത്തരവാദിത്തം വരട്ടെ. ഓ, വാടാ. അമ്മേ ഞാനും വരട്ടെ. അല്ല, എനിക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. വാ വാ. അല്ല, അപ്പൊ ഞാനായിട്ട് മാത്രം ഇതിനെ അവിടെ നിൽക്കുന്നത്? എനിക്കൊരു എക്സ്പീരിയൻസ് ആവട്ടെ. രുക്കു, ഞാനും വരുന്നത്. എവിടെ ചേട്ടാ ചെറുക്കൻ? സെൻട്രൽ മിനിസ്റ്ററുടെ അനിയന്റെ മോനാ. തറവാടികളാ. ഓ, എല്ലാം കൊണ്ടും നമുക്ക് ചേരുന്ന ബന്ധം. ആ ചേച്ചി, അവളെന്താ ഒരുങ്ങി കഴിഞ്ഞില്ല ഇതുവരെ? ഋതികയെ പോലെ അല്ല സാനിയ. അവളൊരിക്കലും സ്വന്തം അമ്മാവൻ ആരുടെ മുന്നിലും നാണം കെടാൻ അനുവദിക്കില്ല. അവൾ എപ്പോഴേ തയ്യാറായി കഴിഞ്ഞു. നന്നായി. അല്ലെങ്കിലും അവൾ എന്നെ പോലെയാ, പങ്ക്ച്വല. ഉം. എന്നെ നാണം കെടുത്തുന്ന മുഴുവൻ എന്റെ സ്വന്തം മോള, അല്ലാതെ സാനിയല്ല. ഇവിടെ ഇങ്ങനൊരു കല്യാണാലോചന വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലല്ലോ. നീ തീരുമാനിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. ചെറുക്കനെ സാനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ ചേച്ചി? നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയായിരിക്കും അവളുടെയും തീരുമാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.